ചുമ്മാ ഒച്ചയിടലോ വായി തോന്നിയത് വിളിച്ചു പറയലോ അല്ലല്ലോ ബിഗ് ബോസ് ഗെയിം. ആ ഒച്ചയിടുന്നതിന് ന്യായമുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കണമല്ലോ. അഭിലാഷ് ഇന്ന് സംസാരിച്ചതിൽ പല കാര്യങ്ങളും ന്യായമാണ്. അതായത് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നമുക്ക് അവസരങ്ങളൊന്നും തരുന്നില്ലല്ലോ, ഞങ്ങൾ ഇവിടെ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് അഭിലാഷ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നല്ലോ. സമ്മതിക്കാം. പക്ഷേ ഇന്നത്തെ ടാസ്കിൽ തന്നെ അഭിലാഷ് ആദ്യം എന്ത് നിലപാടാണ് എടുത്തത്? ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരുമെന്ന് പറയുന്നു. അവിടെ അവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ പേരെഴുതിയിട്ടിട്ട് ഞരക്കിട്ടെടുക്കാൻ തീരുമാനിക്കുന്നു ആദ്യഘട്ടത്തിൽ. ആ സമയത്ത് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവരാണ് അക്ബറും അഭിലാഷും. അതായത് ആദിലയും നൂറയും പോയ ആ ഒരു ടാസ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഞറക്കെടുപ്പിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്ന അഭിലാഷിന് ധാർമ്മികമായി എന്ത് അവകാശമാണുള്ളത്? അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടുന്നില്ല, അദ്ദേഹത്തിനെ വിളിക്കുന്നില്ല എന്നൊക്കെ പറയാനായിട്ട് എന്ത് അവകാശമാണുള്ളത്? ആ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അഭിലാഷിന് മാത്രമല്ല, അക്ബറിനും അത് പറയാൻ അവകാശമില്ല. കാരണം അവർ ത്യാഗം ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ അവർ മടിച്ച് എണീറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അപ്പോഴും അവർക്ക് വേണ്ടി അവർ വാദിക്കുകയോ വാശി പിടിക്കുകയോ ചെയ്തിട്ടുമില്ല. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ബഹളം ഉണ്ടാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്?